മകന്റെ വിവാഹത്തിന് നിർധനരായ 8 പെൺകുട്ടികൾക്ക് കൂടി മംഗല്യഭാഗ്യം ഒരുക്കിയതിന്റെ അഭിമാനത്തിലാണ് പാലക്കാട് കഞ്ചിക്കോട് ചെമ്മാമുക്ക് ഗോകുലത്തിൽ പുതിയാറ്റിൽ മണികണ്ഠൻ. തന്റെ മകൻ ഹരികൃഷ്ണന്റെ വിവാഹത്തിന്റെ ഭാഗമായിട്ടായിരുന്നു 8 പെൺകുട്ടികൾക്ക് ജീവിതം നൽകിയത്. ഞായറാഴ്ച പാലക്കാട് പ്രസന്നലക്ഷ്മി ഓഡിറ്റോറിയത്തിൽ വെച്ചായിരുന്നു 8 പെൺകുട്ടികളും വർണ്ണമാല്യം ചാർത്തി ജീവിതത്തിലേക്ക് ചുവടുവെച്ചത്. വർഷങ്ങളായി തന്റെ മനസ്സിൽ കൊണ്ടു നടന്ന ആഗ്രഹമായിരുന്നു മകന്റെ വിവാഹത്തോടനുബന്ധിച്ച് ഇത്തരത്തിലൊരു ചടങ്ങ് സംഘടിപ്പിക്കുക എന്നത്. നിരവധി പെൺകുട്ടികളുടെ വിവാഹം നടത്തിയ പത്തനാപുരം ഗാന്ധി ഭവൻ ഇന്റർനാഷണൽ ട്രസ്റ്റുമായി ബന്ധപ്പെട്ടാണ് 8 ജോഡി വധൂവരന്മാരെ കണ്ടെത്തിയത്. ഇതിനായി ഓരോ വധുവിനും 4 പവൻ വീതം സ്വർണമടക്കം എല്ലാ ഒരുക്കങ്ങളും മണികണ്ഠൻ തന്നെ ഏർപ്പെടുത്തി. വിവാഹ ചടങ്ങിൽ മണികണ്ഠന്റെ ഭാര്യ ജയപ്രഭ, മാതാവ് സരോജിനി അമ്മ, മകൻ ഹരികൃഷ്ണൻ, ഭാര്യ പ്രിയങ്ക, അവരുടെ മാതാപിതാക്കൾ എന്നിവരടക്കം വലിയ ജനാവലി സാക്ഷ്യം വഹിച്ചു. പത്തനാപുരം ഗാന്ധി ഭവൻ ഇന്റർനാഷണൽ ട്രസ്റ്റ് സെക്രട്ടറിയും മാനേജിംഗ് ട്രസ്റ്റിയുമായ പുനലൂർ സോമരാജന്റെ നേതൃത്വത്തിൽ നടന്ന ചടങ്ങ് പാലക്കാട് MLA രമേശ് പിഷാരടി ഉദ്ഘാടനം ചെയ്തു. ഇതിന്റെ ഒരു മംഗളകാര്യം എക്സ്റ്റെൻഡ് ചെയ്യപ്പെടുകയാണ്. ഒരു നല്ല കാര്യം, അതിനോട് ചേർന്ന് ഒരുപാട് നല്ല കാര്യം. നമ്മുടെ സമൂഹത്തിന്റെ ഏറ്റവും ചെറിയ ഒരു പാക്കാണ് കുടുംബം എന്ന് പറയുന്നത്. എത്ര കുടുംബങ്ങളാണ് ഇന്നിവിടെ ഉണ്ടാകുന്നത്, എത്ര കുടുംബങ്ങളാണ് ഇന്ന് സന്തോഷിക്കുന്നത്. അപ്പോൾ ഒരു MLA എന്നുള്ള നിലയിലും കലാകാരൻ എന്നുള്ള നിലയിലുമെല്ലാം നല്ല മനസ്സുള്ള, നല്ലത് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകളോടൊപ്പവും നല്ല കാര്യങ്ങൾ നടക്കുന്ന സ്ഥലത്താകുന്നതും എപ്പോഴും ഒരു വലിയ ഭാഗ്യമാണ്. ഈ ഭാഗ്യം സിദ്ധിച്ചതിൽ ഈശ്വരനോട് നന്ദി പറയുന്നു. ഒപ്പം ഇന്ന് വിവാഹിതരാകുന്ന എല്ലാവർക്കും, ഹരികൃഷ്ണനും പ്രിയയ്ക്കും പ്രത്യേകിച്ച് ഇന്ന് വിവാഹിതരാകുന്ന എല്ലാവർക്കും ആയുരാരോഗ്യ സന്താന സൗഭാഗ്യങ്ങളോടുകൂടി ഏറ്റവും മനോഹര ജീവിതം ഞാൻ ആശംസിക്കുന്നു. ഹൃദയപൂർവ്വം മംഗളാശംസകൾ. നന്ദി. BJP സംസ്ഥാന സമിതി അംഗം C. കൃഷ്ണകുമാർ അടക്കം സാമൂഹിക, രാഷ്ട്രീയ, സാംസ്കാരിക രംഗത്തെ പ്രമുഖ വ്യക്തികൾ പങ്കെടുത്തു. അൽബ കൺവെൻഷൻ സെന്റർ ഉടമ കൃഷ്ണകുമാർ, NSA ഉടമ മുരളീകൃഷ്ണൻ, തുഷാര ഫ്ലോറിംഗ് കമ്പനി മാനേജർ അനിൽ ജെയിൻ, ഭാര്യ മധു ജെയിൻ എന്നിവർ നവദമ്പതികൾക്ക് പാരിതോഷികങ്ങൾ നൽകി. ഉൾപ്പെടെയുള്ള ബഹുമാന്യരെ, നിങ്ങൾക്ക് നമസ്കാരം. എങ്ങനെയാണ് ഈ ചടങ്ങിനെ സംബന്ധിച്ച് പറയേണ്ടത് എന്നറിയില്ല, വാക്കുകളില്ല. ഏറ്റവും സന്തോഷം നിറഞ്ഞ നിമിഷം. നമ്മുടെ ബഹുമാന്യത്തെ MLA പറഞ്ഞ പോലെ ഒരാളുടെ സന്തോഷമല്ല, ഒരുപാട് ആളുകൾ സന്തോഷിക്കുന്ന നിമിഷം. ഒരാളെ സംബന്ധിച്ചോളം ഒരു വിവാഹം എന്നുള്ളത്, ഒരു പുരുഷനെ സംബന്ധിച്ചോളം, ഒരു സ്ത്രീയെ സംബന്ധിച്ചോളം അവരുടെ ജീവിതത്തിലെ ഏറ്റവും നിർണായകമായിട്ടുള്ള, ഏറ്റവും സന്തോഷകരമായിട്ടുള്ള ഒരവസരമാണ്. ആ ശ്രീ മണികണ്ഠൻ എന്ന മനുഷ്യസ്നേഹി, നിരവധിയായ വ്യാവസായിക സംരംഭങ്ങളാണ് അദ്ദേഹം ഈ പാലക്കാട് നിന്നും സമൂഹത്തിനായി സമർപ്പിക്കുന്നത്. നിരവധി പേർക്ക് അദ്ദേഹം തൊഴിൽ നൽകുന്നുണ്ട്. തൊഴിൽ മാത്രമല്ല, അദ്ദേഹം സ്നേഹവും സഹകരണവും സഹവർത്തിത്വവും നൽകുന്നുണ്ട്. അദ്ദേഹം ഒരിക്കൽ ഗാന്ധി ഭവനിലേക്ക് എത്തുന്നു. ഗാന്ധി ഭവനിൽ എത്തുമ്പോൾ അദ്ദേഹം പരിചയപ്പെടുത്തിയത് ഗാന്ധി ഭവന്റെ മിത്രവും എൻ്റെ സുഹൃത്തുമായിട്ടുള്ള വില്ലേജ് ഓഫീസർ ശ്രീ മോഹൻ ആണ് ഗാന്ധി ഭവനെ കാണാൻ എന്നോട് പറഞ്ഞതെന്ന് പറഞ്ഞു. കാര്യം ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, എൻ്റെ മകൻ്റെ വിവാഹം, അതിനോടനുബന്ധിച്ച് കുറച്ച് പാവപ്പെട്ട പെൺകുട്ടികളെ വിവാഹിതരാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഗാന്ധി ഭവനെക്കുറിച്ച് കേട്ടറിഞ്ഞപ്പോൾ ഗാന്ധി ഭവന്റെ സഹകരണത്തോടെ സമാരംഭിക്കാം എന്ന് കരുതുന്നു. അദ്ദേഹത്തിൻ്റെ ആ വാക്കുകളിലെ ആത്മാർത്ഥത, അദ്ദേഹം തൻ്റെ മകൻ്റെ വിവാഹം എങ്ങനെയാണോ അതുപോലെ തന്നെ പാവപ്പെട്ട കുട്ടികളെ കൂടി വിവാഹിതരാക്കണമെന്നുള്ള അദ്ദേഹത്തിൻ്റെ ആഗ്രഹം, അത് സ്വീകരിച്ചുകൊണ്ട് ഗാന്ധി ഭവൻ അത് ഏറ്റെടുത്തു. 8 ജോഡി ദമ്പതികളെ കണ്ടെത്തി. എല്ലാവരെക്കുറിച്ചും വിശദമായി അന്വേഷിച്ച് അവർ പരസ്പരം യോജിക്കുന്നവരാണോ, അവരുടെ ജീവിതം സന്തോഷകരമാക്കുമോ, അവരുടെ ഭാവിയെക്കുറിച്ച് കൂടി ചിന്തിച്ചിട്ടാണ് അവരെ തിരഞ്ഞെടുത്ത് ഇങ്ങനെ പലവട്ടം ശ്രീ മണികണ്ഠൻ സാർ അവിടെ എത്തി ഇവരെയൊക്കെ കാണുവാനും അവസരമുണ്ടായി. അങ്ങനെ ഇന്ന് ഈ വിവാഹം നിർവഹിച്ച്. ഫോക്സ് TV ന്യൂസ്, പുനലൂർ.